70കളിൽ ജനിച്ച ഒരാളുടെ കുട്ടിക്കാലം ഒന്ന് ഓർത്തു നോക്കൂ. അന്ന് റോഡുകളിൽ ഇന്നത്തെ പോലെ കാറുകളുടെ ബഹളമില്ല, പകരം കാളവണ്ടിയും സൈക്കിളുമായിരുന്നു താരം. വാർത്തകൾ അറിയാൻ റേഡിയോയ്ക്ക് ചുറ്റും ആളുകൾ കൂട്ടം കൂടി നിന്ന കാലം. പിന്നീട് വീടുകളിലും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ എത്തി. ദൂരദർശനിലെ ചിത്രഹാർ കാണാൻ അയൽപ്പക്കത്ത് ഒത്തുകൂടിയ ആ കാലം ഇന്നും പലരുടെയും ഓർമ്മകളിൽ മനോഹരമായ ഒരു ചിത്രമാണ്. അവിടെ നിന്നാണ് വെറും 50 വർഷം കൊണ്ട് മനുഷ്യൻ ഇന്നത്തെ സ്മാർട്ട് ഫോണുകളിലേക്കും ഇന്റർനെറ്റിലേക്കും അതിവേഗം നടന്നു കയറിയത്. വിരൽത്തുമ്പിൽ ലോകം മുഴുവൻ ഒതുങ്ങുന്ന ഈ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് വിവര സാങ്കേതിക വിദ്യയാണ്. എന്നാൽ ഇലക്ട്രോണിക്സിന്റെ ഈ വേഗതയേക്കാൾ അതിവേഗത്തിൽ ലോകത്തെ മാറ്റാൻ പോകുന്ന ഒരു പുതിയ മാന്ത്രിക ശാസ്ത്രമുണ്ട്. അതാണ് ഫോട്ടോണിക്സ്. എന്താണ് ഫോട്ടോണിക്സ് മാന്ത്രികത? നമ്മുടെ വീട്ടിലെ ടിവിയും കമ്പ്യൂട്ടറും എല്ലാം പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന കുഞ്ഞിക്കണികകൾ ഓടിച്ചാടി നടക്കുന്നതുകൊണ്ടാണ്. ഇതിനെ നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഇലക്ട്രോണുകളെക്കാൾ വേഗതയുള്ള മറ്റൊന്നുണ്ട്, അതാണ് പ്രകാശം. പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ കണികകളെ ശാസ്ത്രജ്ഞർ ഫോട്ടോണുകൾ എന്ന് വിളിക്കുന്നു. ഈ ഫോട്ടോണുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന വിദ്യയ്ക്കാണ് ഫോട്ടോണിക്സ് എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ പ്രകാശത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കായി മെരുക്കിയെടുക്കുന്ന ശാസ്ത്രമാണിത്. 20-ാം നൂറ്റാണ്ട് ഇലക്ട്രോണിക്സിന്റെ കാലമായിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ട് ഫോട്ടോണിക്സിന്റെ കാലമാണ്. പ്രകാശത്തിന്റെ വേഗതയിൽ വിവരങ്ങൾ കൈമാറാനും പ്രോസസ്സ് ചെയ്യാനും സഹായിക്കുന്നതിലൂടെ ഭാവിയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളെയും സാങ്കേതിക വിദ്യകളെയും നയിക്കുന്നത് ഫോട്ടോണിക്സ് ആയിരിക്കും. ഫോട്ടോണിക്സ് നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം ഉണ്ട്. നമ്മൾ അറിയാതെ തന്നെ ദിവസവും ഈ സാങ്കേതിക വിദ്യ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് അതിശയം. അതിവേഗ ഇന്റർനെറ്റ്, ഒപ്റ്റിക്കൽ ഫൈബർ, യൂട്യൂബിൽ വീഡിയോ കാണുമ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുമ്പോഴും ഒട്ടും ലാഗില്ലാതെ നെറ്റ് കിട്ടുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ വീടുകളിലേക്ക് ഇന്റർനെറ്റ് വരുന്നതും മണ്ണിനടിയിലൂടെ പോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ എന്ന ഗ്ലാസ് പൈപ്പുകളിലൂടെയാണ്. ഇതിലൂടെ വിവരങ്ങൾ പ്രകാശത്തിന്റെ വേഗതയിലാണ് പായുന്നത്. ഇനി സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് നടത്തുമ്പോൾ നാം ശ്രദ്ധിച്ചു കാണും, അവിടെ ബില്ലിംഗ് കൗണ്ടറിൽ ഒരു ചുവന്ന ലൈറ്റ് സാധനങ്ങളുടെ മേലേക്ക് അടിക്കുന്നത്. ആ ബാർകോഡ് സ്കാൻ പ്രകാശം ഉപയോഗിച്ച് വില കണ്ടുപിടിക്കുന്ന ഒരു ഫോട്ടോണിക് സൂത്രമാണ്. മിന്നിത്തിളങ്ങുന്ന LED, നമ്മുടെ വീട്ടിലെ LED ബൾബുകൾ നോക്കിയിട്ടുണ്ടോ? മൊബൈൽ ഫോണിന്റെ തിളങ്ങുന്ന സ്ക്രീനുകളെല്ലാം ഫോട്ടോണുകളെ പുറത്തുവിട്ടാണ് വെളിച്ചം തരുന്നത്. ഡോക്ടറുടെ ലേസർ കത്തി പണ്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കത്തി വെച്ച് മുറിക്കണമായിരുന്നു. എന്നാൽ ഇന്ന് ലേസർ ലൈറ്റ് ഉപയോഗിച്ച് ചോര പൊടിയാതെ വേദനയില്ലാതെ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയകൾ ചെയ്യാം. കണ്ണിന്റെ കാഴ്ച ശരിയാക്കാനും എൻഡോസ്കോപ്പി ചെയ്യാനുമെല്ലാം ഇത്തരം ശസ്ത്രക്രിയകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഭാവി തലമുറയ്ക്കുള്ള അനന്തമായ വിദ്യാഭ്യാസ തൊഴിൽ സാധ്യതകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. കാളവണ്ടിയിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക് മാറിയതുപോലെ അടുത്ത വലിയ മാറ്റം ഫോട്ടോണിക്സ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഭാവി തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകളും ഗവേഷണ അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു മേഖലയാണിത്. ഈ രംഗത്തേക്ക് കടന്നു വരാൻ പഠിക്കേണ്ട പ്രധാന കോഴ്സുകൾ താഴെ പറയുന്നവയാണ്. +2-ന് സയൻസ് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഫോട്ടോണിക്സ്, ഡിഗ്രിയും PG ഒരുമിച്ച് ചെയ്യുന്ന 5 വർഷത്തെ കോഴ്സാണിത്. കേരളത്തിലെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് ഈ കോഴ്സിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമാണ്. +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവർക്കാണ് ഇതിൽ ചേർന്ന് പഠിക്കാനായിട്ടുള്ള അവസരം. അതുപോലെ BTech BE ഫോട്ടോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ECE എന്നിവയിലും BTech ബിരുദം നേടാം. ബിരുദത്തിന് ശേഷം പഠിക്കാവുന്ന കോഴ്സുകൾ ഏതാണെന്ന് നോക്കാം. MTech ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, ലേസർ ടെക്നോളജി, ലേസർ രശ്മികളുടെ പ്രവർത്തനവും ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനും ആഴത്തിൽ പഠിക്കുന്ന കോഴ്സാണിത്. കുസാറ്റ്, IIT എന്നിവിടങ്ങളിലാണ് ഈ കോഴ്സുകൾ ലഭ്യമാകുന്നത്. MSc ഫോട്ടോണിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, പ്രകാശത്തെക്കുറിച്ചുള്ള തിയറിയും പ്രായോഗിക വശങ്ങളും ഇതിൽ പഠിക്കാം. പ്രമുഖ പഠന കേന്ദ്രങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കുസാറ്റ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ്, കൊച്ചി, കേരളത്തിലെ ഏറ്റവും മികച്ച റിസർച്ച് സെന്റർ. IIT ഡൽഹി, മദ്രാസ്, ഗുവാഹത്തി, കാൺപൂർ. IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ. ഇനി എന്തൊക്കെയാകാം ഈ കോഴ്സുകൾ പഠിച്ചാൽ നമുക്ക് നോക്കാം. ഈ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് ISRO, DRDO പോലുള്ള ബഹിരാകാശ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളിൽ ശാസ്ത്രജ്ഞരാകാം. കൂടാതെ വൻകിട കമ്പനികളിൽ ഒപ്റ്റിക്കൽ എഞ്ചിനീയർ, ലേസർ എഞ്ചിനീയർ, ടെലികോം കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നീ നിലകളിൽ ഉയർന്ന ശമ്പളമുള്ള ജോലികൾ സ്വന്തമാക്കാം. ചുരുക്കത്തിൽ റേഡിയോയും ദൂരദർശനും കണ്ട് അത്ഭുതപ്പെട്ടു പോയ പഴയ തലമുറകളുടെ അനുഭവങ്ങളെ സാക്ഷിയാക്കി പ്രകാശത്തിന്റെ വേഗത്തിൽ ലോകത്തെ മാറ്റിയെഴുതുവാൻ പുതിയ തലമുറയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വാതിലാണ് ഫോട്ടോണിക്സ്. നമുക്ക് ഈ പുതിയ പഠനത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കാം.